ഇടയ്ക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി എനിക്ക് തന്തയില്ലാണ്ടാക്കിയില്ല പടച്ചോന്. തെറി പറയും ഈ തെമ്മാടിത്തം പറ്റൂല. മുമ്പൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല സാജിദ ഷാജി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. പല കാരണങ്ങൾ പല കാര്യത്തിലേക്ക് ഈ പെണ്ണിനെ എത്തിച്ചു എന്ന് തന്നെ പറയണം. 5 മക്കളുമായി കഷ്ടപ്പെട്ടാണ് സാജിദ ഷാജി ജീവിച്ചത്. തൻ്റെ കുടുംബത്തിനും സാജിദ ഷാജി പ്രിയപ്പെട്ടവളായിരുന്നു എന്നുള്ളത് സാജിദ ഷാജിയുടെ വീഡിയോകൾ കാണുന്നവർക്ക് വ്യക്തമായി തന്നെ അറിയാൻ കഴിയും. പിന്നീട് ഇവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ തികച്ചും പറഞ്ഞു തീർക്കാനും മാപ്പ് നൽകാനും മാത്രമുള്ളതായിരുന്നു. എങ്ങനെയോ ഇത് സാമൂഹ്യ മാധ്യമത്തിലെത്തി. അതോടുകൂടി സാജിദ ഷാജിയുടെ ആകെ സമനില തെറ്റി എന്ന് പറയണം. താൻ എന്താണ് വിളിച്ചു പറയുന്നതെന്ന് ഒരു ബോധവുമില്ലാത്ത തരത്തിലേക്ക് ഇപ്പോൾ മറ്റൊരു തരത്തിലാണ് സാജിദ മോശമാക്കപ്പെടുന്നത്. സാജിദ ഷാജിയെ ശത്രുവായി കണക്കാക്കുന്ന ഒരു മുത്തു, മറിച്ചും അങ്ങനെ തന്നെയാണ് സാജിദയും അവനെ കണക്കാക്കിയിരിക്കുന്നത്. ഈയിടയിൽ ഇദ്ദേഹത്തിൻ്റെ ബാപ്പ മരണപ്പെട്ടു പോയി. സാജിദ ഷാജി ആ ഇടയിൽ ബാപ്പ മരണപ്പെട്ടതിനെക്കുറിച്ചും ഉമ്മാൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഇതെല്ലാം എന്നെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നൽകിയതാണ് എന്നൊക്കെ പറയുന്നു. സത്യം പറഞ്ഞാൽ സ്വയം ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് ക്രൂര കൊലപാതകങ്ങളെല്ലാം ഉണ്ടാകുന്നത്? ഇതുപോലുള്ള വാക്കേറ്റങ്ങളും അനാവശ്യ വാക്കുകളുമൊക്കെയാണ് ചിലപ്പോൾ മനുഷ്യരെ സമനില തെറ്റിച്ച് പല നീചകൃത്യങ്ങളിലേക്കും എത്തിക്കുന്നത്. ഒട്ടേറെ അനാവശ്യങ്ങളാണ് സാജിദ ഷാജി ഇപ്പോൾ പറയുന്നത്. ഇതിങ്ങനെ തുടർന്നാൽ വലിയ വിപത്തിലേക്ക് ഇത് മാറും എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. മക്കളെ അക്രമവാസനയോടുകൂടി വളർത്തുന്നത് കൊണ്ട് സാജിദ ഷാജിക്ക് നേരെ നിയമ നടപടിക്ക് പോയി എന്നാണ് ഷെഫീന ബീവി പറയുന്നത്. അനാവശ്യം പറയുന്ന സാജിദ ഷാജിയുടെ മക്കളെക്കുറിച്ചും ഇവർ പറയുന്നു. തീർച്ചയായും ഷെഫീന ബീവി എന്ന ഈ സ്ത്രീ പറയുന്ന നീചത്തരങ്ങൾ കുറേയേറെ മക്കളും കേൾക്കാൻ ഇടയാവുന്നുണ്ട്. നിങ്ങളും അത്തരം വാക്കുകൾ ഉപയോഗിക്കൽ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. സാജിദ ഷാജിയുടെ മക്കളെ തന്തയില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ വേളയിൽ പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയപ്പോൾ സാജിദ ഷാജി തൻ്റെ മക്കളെക്കുറിച്ച് അയാൾ പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ വാക്കുകൾ ഉന്നയിക്കാൻ കാരണമായത്. അവരങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ സാജിദ ഷാജി ഒരിക്കലും ഇപ്പോൾ ഈ തരത്തിൽ മാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സാജിദ ഷാജിയെ വല്ലാതെ റിയാക്ട് ചെയ്യാൻ ഇനി നിൽക്കാത്തതാണ് നല്ലത്. സാജിദ ഷാജിയും ഇത്തരത്തിലുള്ള ലൈവുകളും വീഡിയോകളും അവസാനിപ്പിക്കുന്നതും ഈ പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കുവാൻ പ്രചോദനമാകും. മനുഷ്യനൊരിക്കലും ഭൂമിയിൽ നിലനിൽപ്പില്ല. തീർച്ചയായും നമ്മൾ മടങ്ങേണ്ടവരാണ്. നീ എവിടെ നിന്ന് ഇവിടേക്ക് വന്നു എന്ന് പോലും നിനക്കറിയില്ല. തന്നെ സൃഷ്ടിച്ച രക്ഷിതാവിനെക്കുറിച്ചുള്ള ബോധവുമില്ല. അതുതന്നെയാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം. ആരെയും ഇകഴ്ത്തി പറഞ്ഞിട്ടും കുത്തുവാക്കുകൾ ഉപയോഗിച്ചും വേദനിപ്പിക്കുന്നത് ശരിയായ രീതിയല്ല. അത് സാജിദ ചെയ്താലും സാജിദയുടെ ഉമ്മ ചെയ്താലും. പിന്നെ പ്രധാനമായി പറയാനുള്ള ഒരു കാര്യം എന്തെന്നാൽ 5 മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് സാജിദ ഷാജി. അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ ഈ കാര്യം കൂടുതലായി വഷളാക്കാതിരിക്കുക, ഒത്തുതീർപ്പാക്കുക, സാഹോദര്യം പുലർത്തുക.